Hello everyone, once again welcome back to our channel Mridwa Vlogs. Mridwa Vlogsലേക്ക് എല്ലാവർക്കും സ്വാഗതം. Yes. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. Yes. നമ്മുടെ ധ്വനി ബേബിയുടെ രണ്ടാമത്തെ മൈൽ സ്റ്റോൺ, അതായത് ഫസ്റ്റ് ആള് വലിയ വൈറ്റ് ഫ്രെയിമിൽ ലോകം മുഴുവൻ കാണാൻ വേണ്ടി മഞ്ഞിലെറിഞ്ഞ പൂ സീരിയലിൽ അഭിനയിച്ചു. ഇനി അടുത്തത് നല്ലൊരു അടിപൊളി ബേബി ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ. അതെ, നമ്മുടെ ധ്വനിക്കുട്ടി സാധാരണ കുഞ്ഞുങ്ങളുടെ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറയുന്നത് ജനിച്ച ഒരു 20 ദിവസത്തിന് ഉള്ളിലൊക്കെ ആയിരിക്കും ഫോട്ടോഷൂട്ട് നടത്തുക. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് നല്ല കുഞ്ഞി മറ്റേ കൂടക്കകത്തൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും എടുക്കുക. പക്ഷെ എനിക്ക് എന്താണെന്നറിയോ, ഈ കുഞ്ഞു വാവകളെ ഇങ്ങനെ മൊത്തത്തിൽ റാപ്പ് ചെയ്ത് ഈ തല മാത്രം ഇങ്ങനെ പുറത്ത് കാണിച്ച് ഈ മുട്ടയെന്ന് കോഴി പൊട്ടിച്ച് വരുന്നത് പോലെ ഏട്ടൻ അതിന് പറഞ്ഞിരുന്നത് എനിക്ക് മുട്ടത്തോടിനെ പോലെ വെച്ചെടുക്കുന്നത് ഇഷ്ടമല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതെ, തല മാത്രം ഇങ്ങനെ കാണിച്ചിട്ട് ബാക്കിയെല്ലാം മൊത്തം ഒരു ഉണ്ട പോലെ ആക്കിയിട്ടുള്ള ഒരു സംഭവത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ ചില കയ്യും കാലും ഒക്കെ കാണണ്ടേ ബാവയുടെ, അപ്പൊ വലിയ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ഫോട്ടോയ്ക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മാസം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം ബാവയുടെ ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടി പോകുന്നത്. ഫോട്ടോഷൂട്ട് നടത്താൻ പോകുന്നത് ആരാണ്? ഫോട്ടോഷൂട്ട് നടത്താൻ പോകുന്നത് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ചെയ്തൊരു കുട്ടിയാണ്. രേഷ്മ എന്നാണ് പേര്. അതിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവരെയൊക്കെ നമ്മൾ വഴിയെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫുള്ള് വുമൺ എംപവർമെന്റ് ആണ്. അത് ഈ വീട്ടിനകത്ത് നോക്കുമ്പോൾ ഞാനല്ലാതെ ബാക്കി ഒരാണുങ്ങൾ ഇവിടെ കാണാനില്ല. അച്ഛൻ കുളിക്കണമെന്ന് തോന്നുന്നുണ്ടല്ലേ? അപ്പൊ അച്ഛനും ഞാനും മാത്രമല്ലാതെ ഇവിടെ മൊത്തം പെൺപിള്ളേരാണ്. ഫുൾ വീണ്ടും ഒരു വുമൺ എംപവർമെന്റ് ഫോട്ടോഷൂട്ടിലേക്കാണ് നമ്മൾ നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി ഫോട്ടോഷൂട്ടിന്റെ ഹൈലൈറ്റ്സിലേക്കും ബാക്കി കാഴ്ചകളിലേക്കും ഒക്കെ പോവാം. ബാ. അതായത് ഇപ്പം ഞാൻ ഗൗണ് സെയിം അതിൽ തന്നെ നമ്മുടെ യാമിക്കുട്ടിയും ഫോട്ടോഷൂട്ടിന് റെഡി ആയിരിക്കുകയാണ്. നമ്മൾ കൂട്ടത്തിൽ കൂടെ നമ്മൾ ചേച്ചി അനിയത്ത് ഒരുമിച്ച് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവുകയാണ് അല്ലേ? ആക്ച്വലി ഞാൻ വാവന്റെ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ബേബി ഗേൾ ഓർ ബോയ് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു വൈറ്റ് ടീഷർട്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എന്തിനാണ്? വാവന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. ഓ, വാവന്റെ കൂട്ടത്തിൽ അപ്പൊ താങ്കളും ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ മൊത്തത്തിലൊരു ഫാമിലി ഫോട്ടോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ എടുത്തതിന് ശേഷം കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കാമെന്ന് എങ്ങനെയാണ് പ്ലാനിങ്? 3 പേര് ഒരുമിച്ചുള്ള ഫോട്ടോ എടുക്കാനാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞാവ് ഉറങ്ങുകയാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ യാമിക്കുട്ടിയുടെ എക്സ്ക്ലൂസീവ് ഫോട്ടോഷൂട്ട് കൂടെ നമ്മൾ ഇതിനകത്ത് നടത്തുന്നതായിരിക്കും. പിന്നീട് ഇതാണ് നമ്മളുടെ ഫോട്ടോഗ്രാഫർ. നേരത്തെ നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിനെ, നമ്മളുടെ ലേഡി ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട്. പേരെങ്ങനെയായിരുന്നു? രേഷ്മ. സ്ഥലം എവിടെയാണ്? അമ്പൂര്. ഓക്കെ, വെരി ഗുഡ്. കരവളം. അപ്പോൾ ഇത് പ്രൊഫഷൻ ഇത് തന്നെയാണ്? ഓക്കെ. ഓക്കെ, അടിപൊളി. അപ്പോൾ തിരക്കുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പോൾ പുള്ളിക്കാരിയുടെ വർക്ക്സ് എല്ലാം കാണണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാ പേജ് നോക്കിയാൽ മതിയാവും. യെസ്. ഓ, അങ്ങനെ 2 പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ. അപ്പോൾ അത് നമ്മളിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ രേഷ്മയ്ക്ക് വെഡ്ഡിങ്, ന്യൂ ബോൺ ഫോട്ടോഷൂട്ട് അതെല്ലാം നമുക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങളാണ്. ഇത് ഇപ്പം അത് നമ്മുടെ രേഷ്മയുടെ കൂടെ വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണ് പൂജ. സ്ഥലം ട്രിവാൻഡ്രം തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ടീമായിട്ടാണോ? അങ്ങനെ എന്താണ് സംഭവം? അങ്ങനെയൊക്കെ പറയാം അല്ലേ? ഒരു ഷൂട്ടിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട് പാർവതി കൃഷ്ണയുടെ
ഷൂട്ടിന് കണ്ട് പരിചയപ്പെട്ട് പിന്നെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി മാറി. ഇനിയിപ്പോ എവിടെ പോയാലും പാർവതി കൃഷ്ണയുടെ ഷൂട്ടിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടായിരിക്കും വന്നത് അല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. എനിക്ക് ഭയങ്കര പേഴ്സണലി കംഫർട്ടബിൾ ആണ്. ലൈക്ക് സീരിയസ്ലി എനിക്കൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ട് പിന്നെ ചേച്ചി എവിടെ പോയാലും കംഫർട്ടബിൾ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ രണ്ടുപേരും എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് ആയതുകൊണ്ട് ബേബീനെ ക്യാരി ചെയ്യാൻ ഇച്ചിരി എനിക്ക് ടെൻഷൻ ഉള്ളതുകൊണ്ടും കൂടെ ഒരു സപ്പോർട്ടിനായിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പം മറ്റേ പുതിയ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ കയ്യിൽ ബാൻഡ് ഇടുന്ന പോലെ ഇട്ടിരിക്കുകയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അപ്പോൾ ചെറിയ ഒരു ആക്സിഡന്റ് സംഭവിച്ചിരിക്കുകയാണ്. പുള്ളിക്കാരി നേരത്തെ പറഞ്ഞിരുന്നു അച്ഛന് ബിരിയാണി മേടിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ പോയപ്പോൾ അതെ അതെ ഒരു തലതെറിച്ച ഒരു ചെറുക്കൻ അല്ലേ വന്ന് ഇടിച്ചിട്ട് പോയി എന്നാണ് പറഞ്ഞത്. അതാണ്. അപ്പോൾ വണ്ടിയുടെ ബാക്കിൽ വന്ന് ഇടിച്ചിട്ട് നിർത്താതെ പോയി അല്ലേ? അങ്ങനെ എല്ലാ വേദനകളും അനുഭവിച്ചുകൊണ്ട് കടിച്ചമർത്തിക്കൊണ്ട് വീണ്ടും സ്വന്തം പ്രൊഫഷനിലേക്ക് സ്വന്തം പ്രൊഫഷനിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് രേഷ്മ. നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള വേദനകളൊന്നും അല്ല, പ്രൊഫഷനാണ് ഏറ്റവും വലുത് എന്ന്. ബേബീസ് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ പാടായിരിക്കും. അപ്പം മാക്സിമം അവർ തരുന്ന ഡേറ്റിൽ നമ്മൾ പോയി ചെയ്യാം. ഓക്കെ. അപ്പം നമുക്ക് ആദ്യം 3 പേരും കൂടെ ഉള്ള ഫസ്റ്റ് മേക്കപ്പ് ചെയ്യാം. ആരെയാണ് മേക്കപ്പ് ചെയ്യുന്നത് ഫസ്റ്റ്? മൃദുലയുടെ മേക്കപ്പ്. ഇവിടെ മൊത്തം ലേഡീസാണ്. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്നത്. പക്ഷേ അതെ അതെ പെമ്പിള്ളേരായതുകൊണ്ട് എല്ലാവരും ഈ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവർ നാട്ടുകാര്യങ്ങൾ മൊത്തം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ അതെ ഞാൻ നോക്കിയപ്പോൾ തുടക്കത്തിലൊക്കെ ഫോട്ടോഷൂട്ടിൻ്റെ പ്ലാനിങ് ഒക്കെ ആയിരുന്നു, നമുക്കിത് എങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. അതൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പോൾ വീട്ടിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ ഇരിക്കുന്നു, ജോലിക്കൊക്കെ പോകുന്നുണ്ടോ, ഭർത്താവ് എവിടെയാണ്, എന്താണ് സംഭവം, ബാക്കി പുതിയ ഡ്രസ്സ് എവിടെയാണ് വാങ്ങിച്ചത്, എവിടെയാണ് ഷോപ്പിങ്ങിന് പോയത്, അങ്ങനെയൊക്കെയായി സംസാരങ്ങൾ. അതെ അതെ വണ്ണം വെച്ചു, മുടി വെട്ടി. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീ ശാക്തീകരണത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇത് മൊത്തം പെമ്പിള്ളേരാണെന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇവിടെ ഒരു സ്ത്രീ ഉറങ്ങുന്നു, ഇവിടെ ഒരു സ്ത്രീ സ്നഗ്ഗിയിട്ടിരിക്കുന്നു, ഇവിടെ ബാക്കി 4 പെണ്ണുങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്ലാനിങ്ങിലേക്ക് അപ്പോൾ ഫസ്റ്റ് മൃദുലയുടെ മേക്കപ്പിലേക്ക് പോവാം. യെസ് ഓക്കെ. അങ്ങനെ നമ്മുടെ കുഞ്ഞൂട്ടൻ്റെ മേക്കപ്പ് തുടങ്ങിയിരിക്കുകയാണ്. കുറേ കാലത്തിന് ശേഷം അല്ലേ, മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടല്ലേ ലാസ്റ്റായിട്ട് ഇങ്ങനെ മേക്കപ്പ് ഇട്ടത്. അതിനുശേഷം ഇപ്പോഴാണ് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി അമ്മുക്കുട്ടൻ റെഡി ആവുന്നത്. ഇത് ആക്ച്വലി വന്ന ഫോട്ടോഗ്രാഫറെ നമ്മൾ ചെറുതായിട്ട് പറ്റിക്കുകയാണുണ്ടായത്. കുഞ്ഞിൻ്റെ മാത്രം ഫോട്ടോ എടുക്കാൻ വേണ്ടി നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലുള്ള എല്ലാവരുടെയും ഫോട്ടോ നമ്മൾ എടുപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ രേഷ്മ ആകെ പെട്ടിരിക്കുകയാണ്. ക്യാമറയിൽ ഫിലിം ഇല്ല എന്നൊക്കെ ഇനി പറയും, പക്ഷേ നമ്മൾ എല്ലാവരുടെ ഫോട്ടോ എടുപ്പിച്ചിട്ട് ഇവിടുന്ന് വിടുന്നുള്ളൂ. നമ്മൾ എങ്ങനെയാണ് മേക്കപ്പിൻ്റെ സ്റ്റൈല് ഈ ഒരു ഫോട്ടോഷൂട്ടിന്? സിമ്പിളായിട്ട് വലിയ രീതിയിലുള്ള പുട്ടിയൊന്നും ഇല്ലാതെ കണ്ട ന്യൂഡ് മേക്കപ്പ്. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് തീരുകയും ചെയ്യും, ഫോട്ടോയ്ക്ക് നല്ല ലുക്കും ആയിരിക്കും സംഭവം. ഇത് കുഞ്ഞുട്ടൻ്റെ മേക്കപ്പ് ഓൾമോസ്റ്റ് തീരാറായിരിക്കുകയാണ്.
നിങ്ങൾ ഈ ഇൻട്രോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യം പുള്ളിക്കാരി സ്വന്തമായിട്ട് മേക്കപ്പ് ഇട്ടിട്ടായിരുന്നു ഇൻട്രോയ്ക്ക് വന്നത്. ഇപ്പം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അതെല്ലാം വെറ്റ് ടിഷ്യൂ വെച്ച് തുടച്ച് കളഞ്ഞിട്ട് കണ്ണും മൂക്കും പിരികവും മാത്രം എഴുതി കൊടുത്തു. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ന്യൂഡ് മേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പം നേരത്തെ കണ്ടത് ഒറിജിനൽ മേക്കപ്പ് ആയിരുന്നു. അത് തുടച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ ന്യൂഡ് മേക്കപ്പിലേക്ക് വന്നിരിക്കുന്നത്. യെസ്, കുഞ്ഞുട്ടൻ്റെ ഓൾമോസ്റ്റ് തീരാറായി. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോട്ടോഷൂട്ട് തുടങ്ങുന്നതായിരിക്കും. കണ്ണൊക്കെ നമ്മൾ ചുവപ്പിക്കുകയാണ് ചെയ്യുന്നത്. കളർ കറക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ ചെറിയ സ്മോക്ക് കൊടുക്കുന്നുണ്ടോ കണ്ണിൽ? ആണെന്നില്ലേ? അപ്പോൾ എന്തായാലും ഫൈനൽ ഔട്ട് നമുക്ക് എങ്ങനെയാണെന്ന് കുറച്ച് നേരം കഴിഞ്ഞാൽ കാണാം. അങ്ങനെ അത് കുഞ്ഞുട്ടൻ്റെ മേക്കപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ മേക്കപ്പ് കാണാൻ? അത് എന്നോടല്ല, ഞാൻ ഓഡിയൻസിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. നല്ല രസമായിട്ടുണ്ട് മേക്കപ്പ്. നമ്മുടെ ന്യൂഡ് സ്റ്റൈല് നല്ല ഉഗ്രനായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ഫോട്ടോയിൽ കുറേ കൂടെ ബെറ്ററായിട്ട് നമുക്ക് ഔട്ട് കിട്ടും. അതാണ് സംഭവം. അപ്പോൾ ഇനി അടുത്തത് ഞാനൊന്ന് ചെറുതായിട്ട് മേക്കപ്പ് ഇടട്ടെ. ഇവളുടെ കൂടെ പിടിച്ച് നിൽക്കണ്ടേ? അപ്പോൾ ഇത് ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് എൻ്റെ ബിഫോർ ലുക്ക്. നമ്മൾ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല, ചെറിയൊരു ടച്ചപ്പ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ലുക്കും ഇതുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ നല്ല വ്യത്യാസം ആണോ? അപ്പോൾ നമ്മൾ നോക്കാം. എന്തായാലും ചെറിയ ടച്ചപ്പിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമുക്ക് വലിയ മേക്കപ്പിൻ്റെ ആവശ്യമില്ല. നേരത്തെ നമ്മൾ പറയുന്നത് ഓൾറെഡി നാച്ചുറലി നമ്മൾ ഭംഗിയുള്ളവരായതുകൊണ്ട് ഇത്രയൊന്നും മേക്കപ്പിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ടോൺ ചെയ്യും, പിന്നെ ഞാൻ പിന്നെ അത്രയ്ക്ക് ഡാർക്ക് സർക്കിൾസ് ഇല്ല. അമ്മ ആരാണ്? പ്രൊഡക്ഷൻ വുമൺ. ഫുഡ് പ്രൊഡക്ഷൻ ക്യാമറയുടെ പുറകിലും അവിടെ കറങ്ങി നടക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ. സുഹൃത്തുക്കളെ, താഴത്തെ റൂമിൽ നമ്മുടെ കോസ്റ്റ്യൂമർ ഇവിടെ വളരെയധികം തത്രപ്പാടിലാണ്. അദ്ദേഹം വെള്ള കളർ ഷർട്ടുകൾ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഈ വെള്ള ടീഷർട്ട് ഇട്ടിട്ട് നമ്മൾ ഫോട്ടോഷൂട്ട് എടുക്കാമെന്നായിരുന്നു നമ്മുടെ പ്ലാനിങ്. യെസ്, അതൊക്കെ മാറ്റി. എൻ്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ള കളർ ഷർട്ട് ഉള്ളത് കൊണ്ട് അതിൽ നിന്നും ഒരു ഷർട്ട് ഞാൻ കുഞ്ഞോട്ടിന് കടം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ യെസ്, അപ്പോൾ നമ്മൾ എല്ലാവരും വൈറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ആദ്യം നമ്മൾ ഫോട്ടോഷൂട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വൈറ്റ് ആൻഡ് വൈറ്റ്. പപ്പ വൈറ്റ്, മമ്മ വൈറ്റ്, ബേബി വൈറ്റ്. ഇതാണ് ഫോട്ടോഷൂട്ടിൻ്റെ ആദ്യത്തെ പ്രോപ്പർട്ടി. ഇത് നല്ല അടിപൊളി ഒരു മാറ്റാണ്. ഈ മാറ്റിൽ ഇരുത്തിയിട്ടാണ് നമ്മൾ വാവേനെ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഹലോ ഹലോ. Tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue. അങ്ങനെ നമ്മുടെ മെയിൻ ആർട്ടിസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഫോട്ടോഷൂട്ടിനായിട്ട്. അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കാണ് ഫോട്ടോ എടുക്കാനുള്ളത്. ബാ, കമാൺ. ഈ ഷോട്ട് നോക്കിക്കോണം. നല്ല കിടു ഷോട്ടിൽ ഒരു കൈ വന്നിട്ടുണ്ട് കേട്ടോ. Yeah, I'm about to fade away. Cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay. Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby I have a taste. All the highs and the lows, no you'll never be the same. I don't really wanna hurt you but
Okay, maybe you could be the change I need today. I promise that I've never felt this way. I really hope that you will choose to stay through all the pain. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away. As you fade away. As you fade away. ഒരു ഫോട്ടോഷൂട്ടിന് പിന്നിലുള്ള കഷ്ടപ്പാടേ. ഓ 50 പിന്നെ ഓ പാവം പാവം ഒരാളിവിടെ നോക്കണു. അവർക്ക് അച്ഛൻ്റെ കൂടെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ ഇഷ്ടം. നമ്മുടെ ഫോട്ടോഗ്രാഫർക്ക് വിശപ്പ് കൂടിയതിനാൽ നമ്മൾ ബിരിയാണി കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി ഫോട്ടോഷൂട്ട് തുടരാൻ പോകുന്നത്. രേഷ്മയ്ക്ക് ബിരിയാണി കണ്ടപ്പോൾ വീണ് കൈയും കാലൊക്കെ മുറിഞ്ഞതൊക്കെ ഓർമ്മ വരുന്നുണ്ട് അല്ലേ? ബിരിയാണി വാങ്ങാൻ പോയ വഴിക്ക് ആക്സിഡന്റ്, വാങ്ങിച്ചിട്ട് വരണ വഴിക്ക് ആക്സിഡന്റ് ആയിരുന്നു. പക്ഷെ തിരിച്ച് വരുന്നതിന് വീട്ടിൽ വന്നിട്ട് അത് കഴിച്ചു. ബിരിയാണിക്ക് ഒന്നും പറ്റിയില്ല. എന്റെ വണ്ടിക്കും കുറച്ച് സ്ക്രാച്ചസ്, എനിക്കാണ് കൂടുതലും പറ്റിയത്. ബിരിയാണിക്കൊന്നും പറ്റിയില്ല. എന്നിട്ട് ഈ കൈ ഒടിഞ്ഞ് തൊടയിൽ സ്റ്റിച്ച് ഇട്ടിട്ട് വന്നിട്ട് ബിരിയാണി കഴിച്ചല്ലേ? എനിക്ക് ദേഷ്യം വന്നു. വെരി ഗുഡ് വെരി ഗുഡ്. രേഷ്മ വളരെയധികം ഫുഡിയാണല്ലേ? അപ്പോൾ അങ്ങനെ രേഷ്മയ്ക്ക് നമ്മൾ അതെ അപ്പോൾ രേഷ്മയ്ക്ക് നമ്മൾ ഫുഡ് വളരെയധികം വയറ് നിറച്ച് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കഴിവ് വേറെ ലെവലിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സത്യം പറഞ്ഞാൽ കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കാൻ വന്നിട്ട് അമ്മയും അച്ഛനാണ് ഏറ്റവും അമ്മയും അച്ഛനാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. എടുത്തതിൽ ഏറ്റവും കൂടുതൽ നല്ല അടിപൊളി ഫോട്ടോ കപ്പിളാണ് നിങ്ങളുടെ കപ്പിൾ ഫോട്ടോ. കുഞ്ഞിനെ തുടങ്ങാൻ അതെ
അപ്പോൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ കുഞ്ഞുനാളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും ഉച്ചയ്ക്ക് ശേഷം. ഓക്കെ, സോ യു ഗൈസ് ക്യാരി ഓൺ. ഓ, ഇവിടെ നമ്മളിത് സെർലക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സെർലക്ക് കഴിച്ചു കഴിഞ്ഞോ യാമിളി? യാമിളി സെർലക്ക് കഴിച്ചോ? അപ്പോൾ ദേ വാവയ്ക്ക് നമ്മൾ ഫസ്റ്റ് ഡ്രസ്സ് ഇടാൻ പോവാണ്. ഇതാണ് കോസ്റ്റ്യൂം, നല്ല പിസ്ത ഗ്രീൻ. പുള്ളിക്കാരി നല്ല ഉറക്കത്തിലേക്ക് ആക്കിയതാണ് കേട്ടോ. ദേ നല്ല ഉറക്കമാണ്. ഇനിയിപ്പോൾ പതിയെ ഈ ഡ്രസ്സ് ഇടിപ്പിക്കണം. പിന്നെ ഇതിനകത്ത് വന്നിട്ട് ഇത് കംപ്ലീറ്റ് നെറ്റ് ആയതുകൊണ്ട് സാറ്റൺ ക്ലോത്തും കൂടെ വെച്ചിട്ടുണ്ട്. അതാകുമ്പോഴേക്കും തട്ടില്ല അല്ലേ? അൻസി ചേച്ചി, എനിക്ക് നമ്മുടെ എന്താണ് പ്രഗ്നൻസി ഷൂട്ടിൽ, മെറ്റർണിറ്റി ഷൂട്ടിൽ കോസ്റ്റ്യൂം ചെയ്ത ചേച്ചി തന്നെയാണ് വാവയ്ക്കും കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദേ ഇത് നമുക്ക് ഇടിപ്പിക്കാൻ പോവാണേ. അങ്ങനെ ദേ ധ്വനി കൃഷ്ണ റെഡി ആയിരിക്കുകയാണ്. ഇനി തലയിൽ ബാൻഡും കൂടി വെക്കാനുണ്ട്. അവളെ കാണാൻ പറ്റുന്നില്ലല്ലോ, പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ. ബാക്കിലൊരു വാല് പോലെ. ഇനി പതിയെ കണ്ണ് തുറന്നിട്ടുണ്ട്. ആദ്യേ കണ്ണടച്ചു, പിന്നെയും sleeping like a babe. The curiosity, keep the cat alive. You see. So leave me stranded on the carpet, head under the faucet. You're my alibi. Fair enough, you wanna cock it, hoping I'll forget, following the night. You made a joke about the half-cut, ate a metaphor, and lady made her cry. Well, luck's been changing and it's so apparent. Got a cold white rabbit's foot at home. I love the scenery, my happiness is misery, and nothing's like it used to be, 'cause everybody around me's feeling sorry for himself. So why the hell am I to blame? I never underestimate the impact of the fourth wall breaking down upon my feet. The offering is never bleak, I'm listening in like a kid, just finished it, can't be undid. Leave me stranded on the carpet, head under the faucet. You're my alibi. It's fair enough, you wanna cock it, hoping I'll forget, following the night. You made a joke about a half-cut, ate a metaphor, and lady made her cry. Luck's been changing and it's so apparent. Got a cold white rabbit's foot at home. ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു. വാവ നല്ല സുഖ ഉറക്കത്തിലാണ് കണ്ടോ.
ഈ ഉറക്കത്തിനിടയിൽ ഭയങ്കര ചിരി ഇപ്പൊ ആള് മഹാവിളവത്തിയാ. അവരൊക്കെ വന്ന സമയത്ത് ആൾക്ക് മനസ്സിലായി എന്തായാലും എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി വന്നതാണ്, എന്നെ അവിടെ ഇരുത്തും ഇവിടെ ഇരുത്തും, അങ്ങനെ കിടത്തും ഇങ്ങനെ കിടത്തും. അപ്പൊ അതുകൊണ്ട് വലിയ താല്പര്യമില്ലാതൊക്കെ നിന്നു. എന്നിട്ട് ഇപ്പൊ അവരെല്ലാം പാക്ക് ചെയ്ത് പോണോന്ന് കണ്ടപ്പോഴത്തേനും ഭയങ്കര ചിരിയും സന്തോഷവും ഒക്കെ ഉറങ്ങുന്നതിന്റെ ഇടയിൽ. അപ്പൊ എന്തായാലും ഈ ഒരു കാലത്ത് ജീവിക്കാൻ പറ്റിയ കുട്ടി തന്നെയാണ് നമ്മുടെ ധ്വനി ബേബി എന്ന് അവൾ തെളിയിച്ചിരിക്കുകയാണ്. അതെ, ഏതായാലും നല്ല ഫോട്ടോസ് കുറെ കിട്ടിയിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാതെ തന്നെ എല്ലാ പിക്സും നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മുടെ കപ്പിൾ പിക്സ് നല്ല രസമുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു ഫാമിലി ഫോട്ടോഷൂട്ട്, പിന്നെ എസ്പെഷ്യലി ധ്വനി ബേബിയുടെ ഫസ്റ്റ് ഫോട്ടോഷൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് ഒരു റെസ്പോൺസ്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ കൂടെ പാസ് ചെയ്യാനുണ്ട്. നമ്മുടെ ധ്വനി ബേബിയുടെ നമ്മുടെ ധ്വനി ബേബിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ധ്വനി കൃഷ്ണ ഒഫീഷ്യൽ എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര്. അതിന്റെ ലിങ്ക് നമ്മൾ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലെ ഫസ്റ്റ് പിക്സ് എല്ലാം ഈ ഫോട്ടോഷൂട്ടിന്റെ പിക്സ് ഒക്കെ ആയിരിക്കും വരിക. പിന്നെ ധ്വനി കൃഷ്ണ US എന്നാണ് പുള്ളിക്കാരുടെ ഫുൾ നെയിം. അത് നമ്മളിപ്പം ഇവിടെ റിവീൽ ചെയ്യാണ്. US എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അയ്യോ ഇല്ലടാ അയ്യോ ഉറക്കത്തിൽ കരയുന്നു. US എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നൊന്നുമല്ല. നമ്മുടെ രണ്ടുപേരുടെയും ഒഫീഷ്യൽ പേരാണ് ഉണ്ണികൃഷ്ണൻ ആൻഡ് ശ്രീലക്ഷ്മി. പിന്നെ നമ്മൾ ആലോചിച്ചു മൈ ധ്വനി കൃഷ്ണ എന്ന് ഇടാമെന്ന്. അതായത് മൃദുല വിജയ് യുവാകൃഷ്ണ ധ്വനി കൃഷ്ണ എന്നാണ് മൈ ധ്വനി കൃഷ്ണയുടെ ഫുൾ ഫോം. പക്ഷേ മൈ ധ്വനി കൃഷ്ണ എന്ന് പേരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിൽ വലുതായി കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ചെക്കന്മാർ ഇവളെ ലൈൻ അടിച്ചിട്ട് മൈ ധ്വനി കൃഷ്ണ എൻ്റെ ധ്വനി കൃഷ്ണയാണ് എന്നും പറഞ്ഞ് ഇവളെ അടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ധ്വനി കൃഷ്ണ US എന്നിട്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമൊന്നുമല്ല കേട്ടോ, അത് വെറുതെ പറഞ്ഞതാണ്. നമ്മുടെ രണ്ടുപേരുടെയും ഒഫീഷ്യൽ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ ആൻഡ് ശ്രീലക്ഷ്മി എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇനീഷ്യൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. Till then, signing off. It's me, Yuva Krishna and Mridula Vijay from Ridva Vlogs. Bye bye. And ധ്വനി കൃഷ്ണ.